നമസ്കാരം സുഹൃത്തുക്കളെ, ലോ ഓഫ് വൈബ്രേഷൻ, ഹൗ ടു റൈസ് യുവർ വൈബ്രേഷൻ എഫേർട്ട്ലെസ്ലി ആൻഡ് പെർമനന്റ്ലി എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ചില ആളുകൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ നേടാൻ കഴിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ചിന്തിക്കുന്നത് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ. വലിയ പരിശ്രമമോ ബഹളമോ ഇല്ലാതെ എല്ലാം അവർക്ക് എളുപ്പമായി തോന്നുന്നു. അവർ എവിടെ പോയാലും ആളുകൾ അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നു. പണം, അവസരങ്ങൾ, സ്നേഹം എന്നിവയെല്ലാം അവരെ തേടിയെത്തുന്നു. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്. അവർ രാവും പകലും കഠിനാധ്വാനം ചെയ്യുന്നു, എല്ലാ നിയമങ്ങളും അനുസരിക്കുന്നു. എന്നിട്ടും അവരുടെ ജീവിതം ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. അവർ ക്ഷീണിതരും ആശയക്കുഴപ്പത്തിലുമാണ്. ചിലപ്പോൾ തോറ്റുപോവുകയും ചെയ്യുന്നു. എന്താണ് ഈ വ്യത്യാസം? ഇത് ഭാഗ്യമാണോ? ദൈവത്തിന്റെ സമ്മാനമാണോ? പണം, ബന്ധങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയാണോ ഇതിന് കാരണം? അല്ല, സത്യം ഇതിനേക്കാൾ ആഴത്തിലുള്ളതാണ്. വ്യത്യാസം അവരുടെ ഊർജ്ജത്തിലും ചിന്തകളുടെയും വികാരങ്ങളുടെയും തലത്തിലുമാണ്. നമ്മളെല്ലാം ഒരർത്ഥത്തിൽ ഊർജ്ജമാണ്. ശാസ്ത്രം പോലും ഇത് അംഗീകരിക്കുന്നു. ഒരു കല്ല്, വെള്ളം, മരം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നിവയെല്ലാം സൂക്ഷ്മതലത്തിൽ തുടർച്ചയായി വൈബ്രേറ്റ് ചെയ്യുന്നു. നമ്മുടെ ചിന്തകളും വികാരങ്ങളും വിശ്വാസങ്ങളും ഒരു പ്രത്യേകതരം വൈബ്രേഷൻ സൃഷ്ടിക്കുന്നു. പ്രപഞ്ചം ഈ വൈബ്രേഷനെ മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ. അത് നിങ്ങളുടെ വാക്കുകളോ ചിന്തകളോ അല്ല, മറിച്ച് നിങ്ങൾ ഏത് ഫ്രീക്വൻസിയിലാണ് ജീവിക്കുന്നത് എന്ന് മാത്രമാണ് അറിയുന്നത്. അതിനുശേഷം അതേ ഫ്രീക്വൻസിയുമായി പൊരുത്തപ്പെടുന്ന അനുഭവങ്ങളും ആളുകളും അവസരങ്ങളും സാഹചര്യങ്ങളും അത് നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നു. അധ്യായം 1. ലോ ഓഫ് വൈബ്രേഷൻ. ചിന്തയ്ക്കു മുൻപ് ഊർജ്ജം. നല്ലത് ചിന്തിച്ചാൽ നല്ലത് സംഭവിക്കും എന്ന് നിങ്ങൾ കുട്ടിക്കാലം മുതൽ കേട്ടിരിക്കാം. ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. എന്നാൽ ചിലപ്പോൾ നമ്മൾ നല്ലതാഗ്രഹിച്ചിട്ടും പ്രതീക്ഷിച്ച ഫലം കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് വിജയം, സ്നേഹം, ബഹുമാനം എന്നിവയെല്ലാം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ ജീവിതം പഴയ പാതയിൽ തന്നെ തുടരുന്നു. അപ്പോൾ ചിന്ത മാത്രം പോരാ. സത്യമെന്തെന്നാൽ ചിന്തയ്ക്ക് മുൻപ് വരുന്ന ഒന്ന് നിങ്ങളുടെ ഊർജ്ജമാണ്, നിങ്ങളുടെ വൈബാണ്, നിങ്ങളുടെ വൈബ്രേഷനാണ്. ഇതാണ് ലോ ഓഫ് വൈബ്രേഷന്റെ കാതൽ. നിങ്ങൾ ചിന്തിക്കുന്നത് ആകർഷിക്കുന്നു എന്ന ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. പക്ഷെ ഇത് അപൂർണമാണ്. യഥാർത്ഥത്തിൽ പ്രപഞ്ചം നിങ്ങളുടെ ചിന്തകളേക്കാൾ നിങ്ങളുടെ വികാരങ്ങളോടും സാന്നിധ്യത്തോടും മാനസികാവസ്ഥയോടും പ്രതികരിക്കുന്നു. നിങ്ങളുടെ ചിന്തയും ഊർജ്ജവും ഒരേ തലത്തിലായിരിക്കുമ്പോൾ മാത്രമേ ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുകയുള്ളൂ. ഇവ രണ്ടും ഒത്തുപോകാത്തതുകൊണ്ടാണ് ചിലപ്പോൾ ഒന്നും മാറാത്തത്. നമുക്കിതൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾക്ക് ധാരാളം പണം വേണമെന്ന് കരുതുക. നിങ്ങൾ ദിവസവും ചിന്തിക്കുന്നു, ഞാൻ ധനികനാണ്, എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട് എന്നെഴുതുന്നു. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ അടുത്ത ബിൽ എങ്ങനെ അടയ്ക്കുമെന്ന് ഭയന്ന് ജീവിക്കുന്നു. ഈ ഭയം നിങ്ങളുടെ ഊർജ്ജമായി മാറുന്നു. ആ സമയത്ത് നിങ്ങളുടെ വൈബ് എന്താണ് പറയുന്നത്? എനിക്ക് കുറവുണ്ട്, ഞാൻ ഭയത്തിലാണ്, എനിക്ക് ആത്മവിശ്വാസമില്ല. പ്രപഞ്ചം നിങ്ങളുടെ ചിന്തകളേക്കാൾ ഈ ഊർജ്ജവുമായാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്ര തവണ ഞാൻ ധനികനാണ് എന്നെഴുതിയാലും നിങ്ങളുടെ ഊർജ്ജം അതിനെ സ്ഥിരീകരിക്കാതെ അത് യാഥാർത്ഥ്യമാകില്ല. ചിലർ ഒന്നും പറയാതെയും എഴുതാതെയും പോലും അവരുടെ ജീവിതം അത്ഭുതകരമായി മാറുന്നതിന്റെ കാരണം ഇതാണ്. കാരണം അവരുടെ ഊർജ്ജം ശുദ്ധവും ഉയർന്നതുമാണ്. അവർ ആഗ്രഹവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ദൂരം ഇല്ലാതാക്കുന്ന ആ ഫ്രീക്വൻസിയിലേക്ക് സ്വയം ട്യൂൺ ചെയ്തിരിക്കുന്നു. അവർ ഭയത്തിലല്ല, വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. അവർ ഇരുട്ടിലല്ല, പ്രകാശത്തിൽ ജീവിക്കുന്നു. എവിടെ നിന്നാണ് ഈ ഊർജ്ജം വരുന്നത്? നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, ശീലങ്ങൾ, നിങ്ങളുടെ സ്വയം പ്രതിച്ഛായ എന്നിവയിൽ നിന്നാണ്. നിങ്ങൾ സ്വയം ഒരു പരാജയമായി കരുതുകയും നിങ്ങളെത്തന്നെ ശപിക്കുകയും ഭൂതകാലത്തിലെ തെറ്റുകളിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം താഴുന്നു. എന്നാൽ നിങ്ങൾ സ്വയം ക്ഷമിക്കുകയും അഭിനന്ദിക്കുകയും ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം ഉയരുന്നു. നിങ്ങളുടെ വൈബ്രേഷൻ തന്നെയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിന് ജന്മം നൽകുന്നത് എന്ന് ലോ ഓഫ് വൈബ്രേഷൻ നമ്മെ പഠിപ്പിക്കുന്നു. ചിന്ത ഒരു വിത്ത് മാത്രമാണ്. എന്നാൽ ആ വിത്തിന് മണ്ണും വെള്ളവും വെളിച്ചവും നൽകുന്നത് നിങ്ങളുടെ ഊർജ്ജമാണ്. നിങ്ങളുടെ ഊർജ്ജം ഭയം, ദേഷ്യം, അസൂയ, ദുഃഖം എന്നിവയിലായിരിക്കുമ്പോൾ അതേ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. എന്നാൽ നിങ്ങളുടെ ഊർജ്ജം സ്നേഹം, നന്ദി, സമാധാനം, സന്തോഷം എന്നിവയിലേക്ക് ഉയരുമ്പോൾ നിങ്ങളുടെ മുഴുവൻ യാഥാർത്ഥ്യവും മാറുന്നു. ഇത് യോഗികൾക്ക് മാത്രം ഉള്ള ഒരു ആത്മീയ കാര്യമാണെന്ന് കരുതരുത്. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ക്വാണ്ടം ഫിസിക്സ് പറയുന്നത് ഓരോ കണികയും ഒരു തരംഗവും കൂടിയാണ് എന്നാണ്. അതായത് നമ്മളൊരു വൈബ്രേഷണൽ ജീവികളാണ്. അധ്യായം 2. നിങ്ങളുടെ വൈബ്രേഷൻ എങ്ങനെ രൂപപ്പെടുന്നു? നിങ്ങളുടെ വൈബ് നിങ്ങൾ ലോകത്തിന് മുന്നിൽ കാണിക്കുന്നതോ നിങ്ങൾ പറയുന്നതോ അല്ല. നിങ്ങളുടെ വൈബ് നിങ്ങൾ ഉള്ളിൽ അനുഭവിക്കുന്നതാണ്. പലരും പുറമെ സന്തോഷവും ആത്മവിശ്വാസവും ഉള്ളവരായി കാണിക്കുന്നു, പക്ഷേ ഉള്ളിൽ ഭയവും ആശയക്കുഴപ്പവും അനുഭവിക്കുന്നു. പ്രപഞ്ചം ഈ പുറംമൂടി വായിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജം മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. നിങ്ങളുടെ വൈബ് യഥാർത്ഥത്തിൽ
നിങ്ങളുടെ ചിന്ത, വികാരം, ജീവിതരീതി എന്നിവയുടെ ഒരു കൂട്ടമാണ്. ഇത് ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം അതിനെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മളെല്ലാം ചലിക്കുന്ന റേഡിയോ സ്റ്റേഷനുകൾ പോലെയാണ്. നമ്മൾ ചിന്തകളിലൂടെയും വികാരങ്ങളിലൂടെയും ശീലങ്ങളിലൂടെയും തുടർച്ചയായി വൈബ്രേഷനുകൾ അയക്കുന്നു. ഒരു റേഡിയോ ഏത് ഫ്രീക്വൻസിയിലേക്കാണോ ട്യൂൺ ചെയ്തിരിക്കുന്നത് അതുമാത്രമേ കേൾക്കാൻ കഴിയൂ. അതുപോലെ നമ്മുടെ വൈബുമായി പൊരുത്തപ്പെടുന്ന അനുഭവങ്ങളും ആളുകളും അവസരങ്ങളും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വരുന്നുള്ളൂ. ഈ വൈബ് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? 1. ചിന്ത. നിങ്ങളുടെ ഓരോ ചിന്തയ്ക്കും ഒരു ഊർജ്ജനിലയുണ്ട്. ഞാൻ കഴിവുള്ളവനാണ്, അല്ലെങ്കിൽ എല്ലാം എനിക്ക് അനുകൂലമാണ് എന്നത് ഒരു ഉയർന്ന ഊർജ്ജമുള്ള ചിന്തയാണ്. എന്നാൽ എനിക്കെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ വൈബ് താഴുന്നു. 2. വികാരങ്ങൾ. ഇതാണ് നിങ്ങളുടെ വൈബിന്റെ ഏറ്റവും ശക്തമായ ഭാഗം. നിങ്ങൾ എന്താണോ അനുഭവിക്കുന്നത് അതാണ് നിങ്ങളാകുന്നത്. നിങ്ങൾ എത്രത്തോളം സ്നേഹം, നന്ദി, സമാധാനം അല്ലെങ്കിൽ ആത്മാഭിമാനം അനുഭവിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ വൈബ് ഉയരുന്നു. അതേസമയം നിങ്ങൾ ദേഷ്യം, അസൂയ, ഭയം അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം താഴുന്നു. വികാരങ്ങൾ സ്വയം ഉണ്ടാകുന്നതല്ല, അത് നിങ്ങളുടെ ചിന്തകളുടെ ഫലമാണ്. 3. ശീലങ്ങൾ. നിങ്ങളുടെ ദൈനംദിന ശീലങ്ങൾ നിങ്ങളുടെ ഊർജ്ജം ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നു. രാവിലെ എഴുന്നേറ്റ ഉടൻ നിങ്ങൾ ഫോൺ പരിശോധിക്കുമോ, അതോ കുറച്ചുനേരം മൗനമായിരിക്കുമോ? നിങ്ങൾ എല്ലാ ദിവസവും ജീവനുള്ളവനായി തോന്നുന്ന എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ദിനചര്യ നിങ്ങളുടെ ഊർജ്ജത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നു. 4. ശരീരം. നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ വൈബിന് വലിയ സംഭാവന നൽകുന്നു. നിങ്ങളുടെ ശരീരചലനം, നിൽപ്പ്, ഊർജ്ജപ്രവാഹം എന്നിവയെല്ലാം നിങ്ങളുടെ ഫ്രീക്വൻസി ഏതാണെന്ന് പറയുന്നു. നിങ്ങൾ നിവർന്നു നിൽക്കുമ്പോൾ, പുഞ്ചിരിക്കുമ്പോൾ, ആഴത്തിൽ ശ്വാസമെടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ഞാൻ സുരക്ഷിതനാണ്, ഞാൻ സന്തുലിതനാണ്, ശക്തനാണ് എന്ന സന്ദേശം തലച്ചോറിലേക്ക് അയക്കുന്നു. അതുകൊണ്ടാണ് ശരീരത്തെയും മനസ്സിനെയും ഒരുമിച്ച് ഉയർന്ന വൈബിൽ കൊണ്ടുവരേണ്ടത്. അധ്യായം 3. വൈബിനെ താഴേക്ക് വലിക്കുന്ന 3 ശത്രുക്കൾ. നിങ്ങൾ എത്ര പ്രചോദനാത്മക വീഡിയോകൾ കണ്ടാലും എത്ര നല്ല പുസ്തകങ്ങൾ വായിച്ചാലും നിങ്ങളുടെ ഊർജ്ജത്തിനുള്ളിൽ ചില കാര്യങ്ങൾ വേരൂന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വൈബ് ഉയരില്ല. ഇതിൽ ഏറ്റവും അപകടകാരികൾ ഭയം, കുറ്റബോധം, സ്വയം വിലകുറച്ച് കാണുന്ന മനോഭാവം എന്നിവയാണ്. ഈ 3 നിങ്ങളുടെ വൈബ്രേഷനെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുന്നു. 1. ഭയം. ഭയം. ഞാൻ പരാജയപ്പെട്ടാൽ ആളുകൾ എന്തു കരുതും? അല്ലെങ്കിൽ എന്നെ തിരസ്കരിച്ചാൽ എന്തു സംഭവിക്കും? തുടങ്ങിയ ചിന്തകൾക്ക് ജന്മം നൽകുന്നു. ഭയം നിങ്ങൾക്ക് സുരക്ഷിതമായിരിക്കാൻ വ്യാജ ഉപദേശം നൽകുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അത് നിങ്ങളെ ഒരു കൂട്ടിലിട്ട് ബന്ധിക്കുന്നു. നിങ്ങൾ ഭയപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരം ചുരുങ്ങുന്നു, ശ്വാസം ചെറുതാകുന്നു, ഊർജ്ജം ചുരുങ്ങുന്നു. ഇത് വളരെ താഴ്ന്ന തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഭയത്തിൽ ജീവിക്കുന്ന ഒരാൾ ഭയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന അനുഭവങ്ങളെ ആകർഷിക്കുന്നത്. 2. കുറ്റബോധം. നിങ്ങളുടെ ഏതെങ്കിലും തെറ്റ് കാരണം നിങ്ങൾക്ക് സ്വയം ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയാണിത്. ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ കുറ്റബോധം നിങ്ങളെ നിശബ്ദമായി വേദനിപ്പിക്കുന്നു. ഇത് നിങ്ങളുടെ ആത്മാവിന്റെ പ്രകാശത്തെ മങ്ങിക്കുന്നു. കുറ്റബോധത്തിൽ ജീവിക്കുമ്പോൾ നല്ല അനുഭവങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നു. നിങ്ങൾ അർഹിക്കുന്നില്ലെന്ന് ചിന്തിക്കുന്നു. അവിടെ നിന്ന് നിങ്ങളുടെ വൈബ്രേഷൻ താഴാൻ തുടങ്ങുന്നു. 3. സ്വയം വില കുറച്ച് കാണൽ. ഇത് ഞാനിതിന് യോഗ്യനല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു വികാരമാണ്. എന്നെപ്പോലുള്ളവർ ഇത്തരം സ്വപ്നങ്ങൾ കാണാറില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ഈ വികാരം ചെറുപ്പകാലത്തെ അനുഭവങ്ങളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ താരതമ്യങ്ങളിൽ നിന്നോ ഉണ്ടാകാം. ഈ വികാരം മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞാൽ പുറമേ നിങ്ങൾ ചിരിച്ചാലും ഉള്ളിൽ നിങ്ങളുടെ ആത്മാവ് കരയുന്നു. ഈ വികാരം കാരണം നിങ്ങൾ നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ലോ ഓഫ് വൈബ്രേഷൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വയം പ്രതിച്ഛായയെ എങ്ങനെ കാണുന്നുവോ അതിനെയാണ് നിങ്ങൾ ആകർഷിക്കുന്നത് എന്നാണ്. നിങ്ങൾ സ്വയം പൂർണ്ണനാണെന്ന് വിശ്വസിക്കുന്നതുവരെ ലോകവും നിങ്ങളെ അതേ കണ്ണാടിയിൽ കാണും. അധ്യായം 4. വൈബ് കൂട്ടാനുള്ള എളുപ്പവഴികൾ. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നിങ്ങളുടെ ഊർജ്ജം വീണ്ടും സജ്ജീകരിക്കാനുള്ള ഒരവസരമാണ്. ഈ മാറ്റത്തിന്റെ താക്കോൽ രാവിലെ എഴുന്നേൽക്കുന്ന ആദ്യ മണിക്കൂറാണ്. ഈ സമയം നിങ്ങളുടെ മനസ്സ് ശാന്തവും ഏറ്റവും സ്വീകാര്യവും ശക്തവുമാണ്. 1. മൗനം. രാവിലെ എഴുന്നേറ്റ ഉടൻ 5 മുതൽ 10 മിനിറ്റ് വരെ നിശബ്ദമായി ഇരിക്കുക. ഫോൺ എടുക്കരുത്, ആരോടും സംസാരിക്കരുത്. നിങ്ങളുടെ ഉള്ളിലിരിക്കുക. ഈ മൗനത്തിന് നിങ്ങളുടെ ചിതറിയ ഊർജ്ജത്തെ വീണ്ടും ഒരുമിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. 2. ആഴത്തിലുള്ള ശ്വാസം. ഇത് ലളിതമായി തോന്നാമെങ്കിലും നിങ്ങൾ പതുക്കെയും ആഴത്തിലും ബോധപൂർവമായും ശ്വാസമെടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഞാൻ സുരക്ഷിതനാണ്, ഞാൻ സന്തുലിതനാണ്, എനിക്ക് നിയന്ത്രണമുണ്ട് എന്ന സന്ദേശം നൽകുന്നു. 3. വെള്ളം. നമ്മുടെ ശരീരത്തിന്റെ 70% വെള്ളമാണ്. വെള്ളം ഊർജ്ജത്തിന്റെ മികച്ച ഒരു വാഹകനാണ്. രാവിലെ 1 ഗ്ലാസ് ശുദ്ധജലം കുടിക്കുന്നത് നിങ്ങളുടെ സിസ്റ്റത്തെ ശുദ്ധീകരിക്കുന്നു. ഇത് നിങ്ങളുടെ ഊർജ്ജം പുതുക്കുന്നു. 4. സ്വയം ബന്ധപ്പെടുക.
രാവിലെ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്യുക. അത് ഒരു ഡയറി എഴുതുന്നത്, ധ്യാനിക്കുന്നത്, അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കി ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നത് ആകാം. ഈ 4 കാര്യങ്ങളും നിങ്ങൾ സ്ഥിരമായി ചെയ്താൽ 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വൈബ്രേഷനിൽ വലിയ മാറ്റം വരും. അധ്യായം 5. നിങ്ങളുടെ വൈബ്രേഷൻ വീണ്ടും കോഡ് ചെയ്യുക. നമ്മൾ സാധാരണയായി ഒരേ വികാരപരമായ ഒരു കുടുക്കിലാണ് ജീവിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ ഉടൻ ഇന്ന് എത്ര ജോലിയുണ്ട് എന്ന ചിന്ത, പിന്നെ അതേ പ്രശ്നങ്ങൾ, അതേ സമ്മർദ്ദം. ഈ കുടുക്ക് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളോളം തുടരുന്നു. ഈ ചിന്തകളും വികാരങ്ങളും എവിടെ നിന്നാണ് വരുന്നത്? ഇത് പുറത്തുനിന്ന് വരുന്നതല്ല, നമ്മുടെ മനസ്സിനുള്ളിൽ നിന്ന് വരുന്നതാണ്. ലോ ഓഫ് വൈബ്രേഷൻ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ആരാണോ അത് നമ്മുടെ വൈബ്രേഷന്റെ പ്രതിഫലനമാണ് എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തെത്താൻ നിങ്ങളുടെ വൈബ് മാറ്റി കോഡ് ചെയ്യേണ്ട സമയമാണിത്. കോഡിംഗ് എന്നാൽ പഴയ പ്രോഗ്രാം നീക്കം ചെയ്ത് പുതിയതും പോസിറ്റീവും ശക്തവുമായ ചിന്തകൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ്. 1. പോസിറ്റീവ് അഫർമേഷൻസ്. നിങ്ങളുടെ പുതിയ വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തുന്ന വാക്യങ്ങളാണ് ഇത്. ഞാൻ യോഗ്യനാണ്, ഞാൻ സ്നേഹത്തിന്റെ കാന്തമാണ്, ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ് എന്നിങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ വെറുതെ പറയുകയല്ല, മറിച്ച് നിങ്ങളുടെ ഓരോ കോശത്തിലൂടെയും ഇത് അനുഭവിക്കണം. 2. വിഷ്വലൈസേഷൻ. നിങ്ങളുടെ പുതിയ വ്യക്തിത്വത്തെ നിങ്ങളുടെ മനക്കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങുക. നിങ്ങളുടെ പുതിയ ജീവിതം, സന്തോഷമുള്ള ബന്ധങ്ങൾ, വിജയത്തിന്റെ ഉയരങ്ങൾ എന്നിവയെ ഒരു സിനിമ പോലെ കാണുക. 3. സ്വയം പ്രതിച്ഛായ. നിങ്ങൾ നിങ്ങളെ എങ്ങനെ ഉള്ളിൽ കാണുന്നുവോ അതുപോലെയാണ് പുറം ലോകം നിങ്ങളോട് പ്രതികരിക്കുന്നത്. നിങ്ങൾ സ്വയം ചെറുതാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷനിലും അത് പ്രതിഫലിക്കും. എന്നാൽ നിങ്ങൾ നിങ്ങളെ ശക്തനും സ്നേഹമുള്ളവനും ആകർഷകനുമായി കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഊർജം മാറുന്നു. തുടർച്ചയായി 21 ദിവസം ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തിരിച്ചറിയൽ മാറാൻ തുടങ്ങും. അധ്യായം 6. ഉയർന്ന വൈബ് സമം മികച്ച ഫലങ്ങൾ. ചില ആളുകൾക്ക് ജീവിതം വഴി ഉണ്ടാക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അവർക്ക് മറ്റുള്ളവർ സ്വപ്നങ്ങളിൽ മാത്രം കാണുന്ന അവസരങ്ങൾ ലഭിക്കുന്നു. അവർക്ക് ഒരു മാന്ത്രികതയുമില്ല, എന്നിട്ടും അവർ ഒരു പ്രത്യേക താളത്തിൽ സഞ്ചരിക്കുന്നത് പോലെ തോന്നുന്നു. ആ താളമാണ് ഉയർന്ന വൈബ്രേഷൻ. നിങ്ങളുടെ ഫ്രീക്വൻസി ഉയരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ഉയർന്ന വൈബ് നിങ്ങൾക്ക് മാത്രമല്ല മാറ്റം വരുത്തുന്നത്, ലോകം നിങ്ങളെ മറ്റൊരു കണ്ണിലൂടെ കാണാൻ തുടങ്ങുന്നു. നിങ്ങളൊരു മുറിയിലേക്ക് കടക്കുമ്പോൾ ആളുകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. നിങ്ങളുടെ സാന്നിധ്യം ആകർഷകമായി മാറുന്നു. ഉയർന്ന വൈബ് എന്നാൽ നിങ്ങൾ സമ്മർദ്ദത്തിലല്ല, മറിച്ച് സന്തുലിതാവസ്ഥയിലാണ്. നിങ്ങൾ സംശയത്തിലല്ല, മറിച്ച് വിശ്വാസത്തിലാണ്. നിങ്ങൾ ദാരിദ്ര്യത്തിലല്ല, മറിച്ച് നന്ദിയിലാണ് ജീവിക്കുന്നത്. ഈ അവസ്ഥയിലെത്തുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ ഒഴുകുന്നു. നിങ്ങൾ സ്വീകരിക്കുന്നവനായി മാറുന്നു. നിങ്ങൾ ജീവിതത്തിനെതിരല്ല, മറിച്ച് അതിനൊപ്പം ഒഴുകുന്നു. അധ്യായം 7. നിങ്ങളുടെ വൈബിനെ എപ്പോഴും സംരക്ഷിക്കുക. നിങ്ങളുടെ വൈബിനെ ഉയരത്തിലെത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത കളി അതിനെ സംരക്ഷിക്കുക എന്നതാണ്. കാരണം ഈ ലോകത്തിൽ നിങ്ങളുടെ ഊർജം താഴ്ത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ആളുകൾ, ചിലപ്പോൾ സാഹചര്യം, ചിലപ്പോൾ നിങ്ങളുടെ പഴയ ചിന്തകൾ. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റും ഒരു ഊർജ കവചം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ വൈബ് ഏറ്റവും കൂടുതൽ താഴുന്നത് നെഗറ്റീവ് ആളുകളുമായി കൂടുതൽ സമയം ചെലവഴിക്കുമ്പോഴാണ്. എപ്പോഴും പരാതി പറയുന്ന, നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്ന ആളുകൾ. ഇവർ നിങ്ങളുടെ ഊർജത്തെ നിശബ്ദമായി ഭക്ഷിക്കുന്നു. മറ്റൊരു ഊർജ്ജച്ചോർച്ച സംഭവിക്കുന്നത് മാധ്യമങ്ങളിൽ നിന്നും നെഗറ്റീവ് വാർത്തകളിൽ നിന്നുമാണ്. നിങ്ങൾ ഓൺലൈനിൽ കാണുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വൈബിനെ മലിനമാക്കുന്നു. അതുകൊണ്ട് ഒരു ഡിജിറ്റൽ ഡയറ്റ് ആവശ്യമാണ്. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? സംഗീതം, ചലനം, ധ്യാനം എന്നിവയാണ് നിങ്ങളുടെ ഊർജ്ജ കവചം. 1. സംഗീതം. നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ വീണ്ടും ഉണർത്താൻ സംഗീതത്തിന് കഴിയും. 2. ചലനം. ശരീരം ചലിപ്പിക്കുന്നത് ഊർജ്ജത്തെ തടസ്സമില്ലാതെ ഒഴുകാൻ സഹായിക്കുന്നു. നിങ്ങൾ നൃത്തം ചെയ്യുമ്പോഴോ നടക്കുമ്പോഴോ നിങ്ങളുടെ വൈബ് പ്രവാഹത്തിലായിരിക്കും. 3. ധ്യാനം. ദിവസത്തിൽ 10 മിനിറ്റ് കണ്ണടച്ച് സ്വയം ബന്ധപ്പെടുക. ഇത് നിങ്ങളുടെ വൈബിനെ ശുദ്ധീകരിക്കുകയും പുനഃക്രമീകരിക്കുകയും ചെയ്യുന്നു. ഈ യാത്ര പൂർത്തിയാക്കിയ ശേഷം നിങ്ങളൊരു കാര്യം ആഴത്തിൽ മനസ്സിലാക്കണം. നിങ്ങൾ അന്വേഷിക്കുന്ന ഊർജം നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ മാറ്റാൻ പുറത്തുനിന്ന് ആരും വരുന്നില്ല. ആ മാന്ത്രികതയെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇപ്പോൾ ആ പൊടി മാറിയിരിക്കുന്നു. ഇന്നു മുതൽ സ്വയം ഉണർന്നിരിക്കാൻ മറ്റാരുടെയും അനുവാദം നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ഊർജത്തിന് ജീവിതങ്ങളെ മാറ്റാനും വാതിലുകൾ തുറക്കാനും അസാധ്യമായതിനെ സാധ്യമാക്കാനും കഴിയും. ഈ പുസ്തക സംഗ്രഹം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.